കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ തുല്യനാമത്തിൽ ഒരിക്കൽ കൂടെ വിശുദ്ധന്മാരായ എല്ലാവർക്കും G2R പ്ലാറ്റ്ഫോമിലേക്ക് വന്ദനം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങളെ ഓർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളുടെ സഹകരണത്തിനായി ദൈവത്തിന് സ്തോത്രം. ഞങ്ങൾ നിങ്ങളെ പ്രാർത്ഥനയിൽ ഓർക്കുന്നു. ഇത് പത്രോസ് എഴുതിയ 1-ാമത്തെ ലേഖനം 2-ാമത്തെ അധ്യായം 9-10 വാക്യങ്ങളെ അടിസ്ഥാനമാക്കി പഴയ നിയമത്തിലെ പൗരോഹിത്യത്തെയും പുതിയ നിയമ രാജകീയ പൗരോഹിത്യം തമ്മിൽ താരതമ്യം ചെയ്തുള്ള പഠനമാണ്. ഇതിൽ നാം എല്ലാവരും ഓർത്ത് അനുസരിച്ച് മറന്നുപോകാതെ വണ്ണം ഹൃദയത്തിൽ കരുതിക്കൊള്ളേണ്ട ഒരു വിഷയത്തെക്കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കൊരിന്ത്യർക്ക് എഴുതപ്പെട്ട 1-ാം ലേഖനം 10-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളെ അടിസ്ഥാനമാക്കി നാം കണ്ടു. ഇറങ്ങിത്തിരിച്ച പലരിലും ദൈവം പ്രസാദിച്ചില്ല. എന്താ? ചോരത്തൽപ്പിനാൽ വിടുതൽ പ്രാപിക്കാഞ്ഞിട്ടാണോ? മിഗ്ദോലിൽ 3 ദിവസം യാത്ര ചെയ്ത് വന്ന് ചെങ്കടലിൽ കൂടെ 3 ദിവസം യാത്ര ചെയ്യാഞ്ഞിട്ടാണോ? സ്നാനപ്പെടാഞ്ഞിട്ടാണോ? മേഘത്തിൻ കീഴിൽ ഇരിക്കാഞ്ഞിട്ടാണോ? ഔദാര്യമായി വെള്ളിയും പൊന്നും വിശേഷമായി വിലയേറിയ കല്ലുകളും കൂടെ ആലയം പണിയാതിരുന്നിട്ടാണോ? അല്ല. അവർ വാഗ്ദത്തദേശത്ത് എത്തുന്നിടം വരെ മരുഭൂമിയിലെ വാസത്തിൽ മേഘത്തിൻ കീഴിൽ പാർത്തവരല്ലേ? പൂർണ്ണമായി അനുസരിച്ച് മേഘത്തെ പിന്തുടർന്നവരല്ലേ? കൊടുത്ത ഭക്ഷണമല്ലാതെ വേറെ വെളിനാട് ഭക്ഷണങ്ങളൊന്നും കഴിച്ചില്ലല്ലോ. അരുതാത്ത മദ്യം ഒന്നും കുടിച്ചില്ലല്ലോ. ദൈവം കൊടുത്തത് മാത്രമല്ലേ ഭക്ഷിച്ചുള്ളൂ. ദൈവം കൊടുത്ത വസ്ത്രമല്ലേ ധരിച്ചുള്ളൂ. ദൈവം കൊടുത്ത ചെരുപ്പ് മാത്രമല്ലേ അവർ ധരിച്ചുള്ളൂ. വേറെ എങ്ങു നിന്നും ഒരു സ്വാധീനതയും അവരുടെ നടുവിൽ പ്രവേശിച്ചില്ലല്ലോ. എന്നിട്ടും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. എന്താ കാരണം? അതുകൂടെ ഒന്ന് ശ്രദ്ധിക്കാം. 1-ാമത്തെ കാരണം അവരുടെ മോഹവും, അടുത്തത് ദുർമോഹവും. മോഹവും ദുർമോഹവും ലഭിച്ചത് പോരാ, അടുത്തത് ചിലത് കൂടെ വേണം എന്നുള്ള മോഹം. ആ മോഹം അതിരി കടന്നു പോയതാണ് ദുർമോഹം. ഈ നിസ്സാരമായ ഭക്ഷണം എത്ര നാൾ ഭക്ഷിക്കും? ദുർമോഹം. 1-ാമത്തെ കാരണം ലസ്റ്റാണ്. 2-ാമത്തേത്, അവരെ ദൈവം രക്ഷിച്ചത് മരുഭൂമിയിൽ വന്ന ശേഷം യഹോവയാം ദൈവത്തെ ഉത്സവം ആചരിച്ച് ആരാധിക്കുവാനായിരുന്നു. പുറപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിന്റെ 1ഉം 2ഉം 7-ാം അധ്യായം 16-ാമത്തെ വാക്യം. എന്നാൽ അവരോ യഹോവയാം ദൈവത്തെ ആരാധിക്കുന്നതിനേക്കാൾ ഉപരി തിന്ന് കുടിച്ച് സ്വർണവിഗ്രഹത്തിന്റെ മുൻപിൽ കളിപ്പാൻ എഴുന്നേറ്റു എന്ന് ആത്മീയഗോളത്തിന്റെ അവസ്ഥയും ഒന്ന് ചിന്തിച്ചു നോക്കുക. ഇന്ന് മുന്നമേ ദൈവത്തിന്റെ രാജ്യവും നീതിയും തേടേണം, അതോടുകൂടെ സകലതും തരാമെന്ന് പറഞ്ഞിരിക്കുന്ന ദൈവപുത്രന്റെ വാഗ്ദത്ത വചനത്തെയും കൽപ്പനയെയും തൃണവൽഗണിച്ചുകൊണ്ട് എന്ത് തിന്നും എന്ത് കുടിക്കും? കോമ്പറ്റീഷൻ അല്ലേ ആത്മീയഗോളത്തിൽ? ഒരു വ്യക്തിയുടെ വസ്ത്രത്തെക്കാൾ ഉത്തമമായ വസ്ത്രം, ഒരു വ്യക്തി ധരിക്കുന്ന സൂട്ടിനേക്കാൾ വലിയൊരു സൂട്ട്, ഒരു വ്യക്തി പാർക്കുന്നതിനേക്കാൾ വലിയ ശ്രേഷ്ഠമായ പാർപ്പിടം, എല്ലാം കോമ്പറ്റീഷനല്ലേ നടക്കുന്നത്. ഇത് ജാഗ്രത. ഈ മരുഭൂമിയിൽ ഒന്നും സ്ഥിരമല്ല കേട്ടോ. അഴിച്ചു മാറ്റി വേറൊരു ഭാഗത്ത് അടിക്കേണ്ട കൂടാരം മാത്രമാണിത്. ഈ ശരീരം നിത്യമല്ല. ഇവിടെ പാർക്കുന്ന ഭവനവും നിത്യമല്ല. ലോകത്തിൽ ഏത് രാജ്യത്തും, വിശേഷാൽ അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ താമസിക്കുന്നവർ ഓർത്തിരിക്കേണ്ട കാര്യം, $1 മില്യൺ വിലയുള്ള വീടാണെങ്കിലും ശരി, $1 മില്യൺ 8-10 കോടി രൂപ വിലയുള്ള ഭവനമാണെങ്കിലും ശരി, പ്രാണൻ ആശുപത്രിയിൽ വെച്ച് വിട്ടാൽ ശരീരം ഭവനത്തിൽ കൊണ്ടുവരുന്നതല്ല. ജക്കൂസി ബാത്റൂമിൽ കുളിക്കുന്ന പരിചയമുള്ളവരാകുന്നു എങ്കിലും ശ്രദ്ധിച്ചു കേൾക്കണം. ആശുപത്രിയിൽ നിന്ന് ഫ്യൂണറൽ ഹോമിൽ കൊണ്ടുപോയി കുളിപ്പിച്ച് അവര് കൊടുക്കുന്ന വസ്ത്രം ധരിച്ച് പെട്ടിയിൽ കൊണ്ടുവരികയല്ലാതെ ഇവിടെ ഉള്ളതൊന്നും കൊണ്ടുപോകയില്ല എന്ന് മറന്നു പോകരുത്. മരുഭൂമിയിൽ ദൈവത്തെ ആരാധിച്ചവരെ പോലെ ഈ ലോകമാകുന്ന മരുഭൂമിയിൽ ദൈവത്തെ ആരാധിപ്പാൻ നമുക്ക് തയ്യാറാകാം. ശ്രദ്ധിച്ചു കേൾക്കണം ദൈവത്തിന്റെ വചനം. 3-ാമത്, അവർ മരുഭൂമിയിൽ വെച്ച് യഹോവയാം ദൈവത്തെയും ദൈവം അരുളി ചെയ്ത കൽപ്പനകളെയും ഉപേക്ഷിച്ച് പരസംഗം ചെയ്തു, അന്യരുമായി ബന്ധം പുലർത്തി. അതിനാലുണ്ടായ ശിക്ഷ 23,000 പേർ വീണുപോയി.
സംഖ്യാപുസ്തകം 25 അധ്യായം 1 മുതൽ 8 വരെയും കൊരിന്ത്യർക്ക് എഴുതപ്പെട്ട 1 ലേഖനം 10 അധ്യായം 8 വാക്യവും നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളോടുകൂടെ ഇറങ്ങിത്തിരിച്ച പലരും ഇന്ന് ആത്മീയ ഗോളത്തിൽ പേരുപോലും കാണുവാൻ കഴിയാതെ വണ്ണം പെട്ടുപോയില്ലേ? നിൽക്കുന്നു എന്ന് തോന്നിയാൽ വീഴാതെ വണ്ണം നിർത്തുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശ്വസ്തരായി നിൽക്കുക. അശുദ്ധി കണ്ടിട്ട് പാളയം മാറിപ്പോകാതിരിപ്പാൻ പാളയം ശുദ്ധമായിരിക്കണം. അശുദ്ധി ഇവിടെ ഉണ്ട് ലോകത്തിൽ, എന്നാൽ അശുദ്ധി പുറത്തു വരാതെ വണ്ണം കയ്യിൽ ഒരു ആയുധവുമേന്തി പാളയത്തിന് പുറത്തുപോയി അശുദ്ധി വിസർജനം ചെയ്തിട്ട് കുഴിച്ചു മൂടുകയത്രേ ചെയ്യേണ്ടത്. ഇത് ദൈവവചനത്തിൽ പ്രമാണം തന്നിരിക്കുന്ന വിശുദ്ധിയുടെ വചനങ്ങളാണ്. ദയവ് ചെയ്ത് കൂട്ടുവിശ്വാസികളുടെയും കൂട്ടുശുശ്രൂഷന്മാരുടെയും എന്തെങ്കിലും അശുദ്ധി വെളിപ്പെട്ടാൽ അത് പൊക്കി കുത്തി എടുത്ത് നാട്ടുകാരെ മുഴുവൻ പറഞ്ഞു കേൾപ്പിച്ച് വാട്സപ്പിലും ഫേസ്ബുക്കിലും ഇടുന്ന പരിപാടി ദൈവ മക്കൾക്ക് നല്ലതല്ല. 4, അവരിൽ ചിലർ മൊത്തം ആളുകളല്ല, ചിലർ ദൈവത്തെ പരീക്ഷിച്ചു, അതിനാൽ ഉണ്ടായ ശിക്ഷ സർപ്പങ്ങളാൽ സംഹാരം ചെയ്യപ്പെട്ടു. സംഖ്യാപുസ്തകം 21:4 മുതൽ 9 വരെയും കൊരിന്ത്യർക്ക് എഴുതപ്പെട്ട 1 ലേഖനം 10:9. ദൈവത്തെ പരീക്ഷിക്കരുത്, ദൈവത്തിൽ സംശയിക്കരുത്. സംശയിക്കുന്നവൻ കർത്താവിൽ നിന്ന് ഒന്നും പ്രാപിക്കുന്നില്ല. സംശയിക്കുന്നവൻ നാനാവിധ മോഹങ്ങൾക്ക് അടിമകളാകുകയും അവരെ മരുഭൂമിയിൽ സർപ്പങ്ങളാണ് നശിപ്പിച്ചതെങ്കിൽ ആദ്യ സർപ്പമാകുന്ന പിശാചിന്റെ ഉപായത്തിൽ ഇന്നും ആരെ വിഴുങ്ങേണ്ടു എന്ന് വിചാരിച്ചുകൊണ്ട് രാവും പകലും ഊടാടിക്കൊണ്ടിരിക്കുന്ന പിശാചിന്റെ കണിയിൽ അകപ്പെടാതിരിപ്പാൻ ദൈവമക്കൾ ജാഗ്രതയുള്ളവരായിരിക്കണം. 5, അവരിൽ ചിലർ പിറുപിറുത്തു. ചിലർ പരീക്ഷിച്ചു, ചിലർ പിറുപിറുത്തു. സങ്കീർത്തനം 95:8 മുതൽ 11 വരെയും 106 സങ്കീർത്തനം 25 മുതൽ 27 കൊരിന്ത്യർക്ക് എഴുതപ്പെട്ട 1 ലേഖനം 10 അധ്യായം 10 വാക്യവും. ദയവ് ചെയ്ത് വിശ്വാസികൾക്ക് ദുർമോഹം ഉണ്ടാകരുത്. സ്തോത്രം. യഹോവയെ മാത്രമേ ആരാധിക്കാവൂ. മരുഭൂമിയിൽ വെച്ച് ദൈവം ചെയ്ത കൽപ്പനകൾ ഉപേക്ഷിച്ച് പരസംഗം ചെയ്യുവാൻ പോകരുത്. അടുത്തത്, ആരും ദൈവത്തെ പരീക്ഷിക്കരുത്. ദൈവം തന്നിരിക്കുന്ന തൃപ്തിയോടുകൂടെ സന്തോഷത്തോടുകൂടെ സ്വീകരിച്ച് അനുഭവിക്കുക. പിറുപിറുക്കരുത്. ദൈവത്തിന് സ്തോത്രം. ഈ വിഷയം ഇങ്ങനെയൊക്കെ ഇരിക്കെ ഖണ്ഡിതമായി പഴയ നിയമങ്ങൾക്ക് വന്നു ഭവിച്ച പഴയ നിയമ വിശുദ്ധന്മാർക്കും സഭകൾക്കും ലേവ്യ പൗരോഹിത്യത്തിനും വന്നു ഭവിച്ചതെങ്കിൽ ഇതെല്ലാം രാജകീയ പുരോഹിതവർഗത്തിനും ബാധകമായിരിക്കുന്ന ബുദ്ധിയുപദേശം അല്ലേ? ഇത് വേണ്ട എന്ന് പറയുവാൻ ആരു പറഞ്ഞു? ആകയാൽ നാം ഞെളിയാതെ ഭയപ്പെടണം കേട്ടോ. റോമർക്ക് എഴുതിയ ലേഖനം 15 അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. ഇത്രയും ബുദ്ധിയുപദേശം തിരുവചനത്തിൽ തിട്ടവും തെളിവുമായി ഇരിക്കെ എന്നെ കേൾക്കുന്ന ഈ വോയിസ് ക്ലിപ്പ് കേൾക്കുന്നവർ സ്വയം ശോധന ചെയ്യുക. ദുർമോഹം വല്ലതുമുണ്ടോ? ദൈവത്തെ അല്ലാതെ വേറെ ഏതിനേലും ആരാധിക്കുന്നുണ്ടോ? ദൈവം അരുളി ചെയ്ത കൽപ്പനകൾ പൂർണ്ണമായി ആചരിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നുണ്ടോ? ദൈവത്തെ നമ്മൾ അവിശ്വാസത്താൽ പരീക്ഷിക്കാറുണ്ടോ? ദൈവം തന്നിരിക്കുന്നത് പോരാ 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 എന്ന് പറഞ്ഞ് അടങ്ങിയിരിക്കാത്ത സമുദ്രത്തിലെ തിരമാലകൾ പോലെ പിറുപിറുക്കാറുണ്ടോ? തന്നത് മതി എന്ന് വെക്കുക. മറക്കരുത്. ദൈവത്തിന് സ്തോത്രം. പഴയ നിയമ ഇസ്രയേലിന്റെ പാളയത്തിന്റെ ക്രമീകരണം അത് നിങ്ങൾ ശ്രദ്ധയോടുകൂടെ പഠിച്ചാൽ പുതിയ നിയമ രാജകീയ പുരോഹിതവർഗം വ്യക്തിപരമായ ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും സഭാജീവിതത്തിലും സംഘടനാ ജീവിതത്തിലും പ്രസ്ഥാനമാകട്ടെ അന്തർദേശീയ തലത്തിലാകട്ടെ എങ്ങനെ ഇരിക്കണം എന്ന് ദൈവം പഠിപ്പിക്കുന്നുണ്ട്. ഒരിക്കൽ കൂടെ പറയാം, ക്രമം കെട്ട് നടക്കരുത്. ക്രമീകൃതമായ ജീവിതമായിരിക്കണം ഒരു ദൈവ പൈതലിനുണ്ടാകേണ്ടത്. വഴിവിട്ട് പോകരുത്. വഴിവിട്ട ഉപദേശം വേണ്ട. ഇതിനകത്ത് നൽകിയിരിക്കുന്ന ഉപദേശം മതി. ഈ ഉപദേശത്തിനപ്പുറത്ത് വേറൊരു ഉപദേശവും ഇല്ല.
അന്ത്യകാലത്ത് വെളിപ്പെടുവാനുള്ള ആത്യന്തികമായ രക്ഷയ്ക്ക് വേണ്ടി സർവജ്ഞാനിയായ ദൈവം അപ്പസ്തലന്മാരായ തൻ്റെ പ്രവാചകന്മാർ കൂടെ നമുക്ക് നൽകിയിരിക്കുന്ന ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ഉപദേശത്തിൽ 103 സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നത് അവൻ്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായി. അവൻ എന്ത് കൽപ്പിക്കുന്നോ അതുമാത്രം ചെയ്യുക. സാധാരണ മിലിറ്ററി യൂണിറ്റുകളുടെ വാതുക്കൽ ചെന്നാൽ അവിടെ വാതുക്കൽ ഒരു വലിയ കണ്ണാടി വെച്ചിട്ടുണ്ട്. അതിനോട് ചേർന്ന് ഒരു എഴുത്തും ലിഖിതമായി വെച്ചിട്ടുണ്ട്. ആൾവലിപ്പമുള്ള കണ്ണാടി എന്തിനു വെച്ചിരിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഗവൺമെന്റ് തന്നിരിക്കുന്ന യൂണിഫോം, വീട്ടിൽ നിന്ന് തയ്പ്പിച്ചു കൊണ്ടുവരേണ്ട ബെൽറ്റും ചെരുപ്പും ഉടുപ്പും ബാഡ്ജും ഒന്നും വേണ്ട. ഗവൺമെന്റ് തന്നിരിക്കുന്നത് ശരിയായ തരത്തിൽ ഇട്ടിട്ടുണ്ടോ എന്നുള്ളത് കണ്ടിട്ട് വേണം അകത്തേക്ക് കയറേണ്ടത്. അതിനാണ് ആൾവലിപ്പമുള്ള കണ്ണാടി വെച്ചിരിക്കുന്നത്, മിറർ. ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ പലപ്പോഴും പല വിഷയങ്ങൾക്ക് വേണ്ടി മിലിറ്ററി യൂണിറ്റുകളിൽ ഓഫീസർമാരെ കാണുവാൻ പോകുമ്പോൾ അവിടെ വയ്ക്കപ്പെട്ടിരിക്കുന്ന ഈ കണ്ണട കണ്ടിട്ടുണ്ട്. വലിയ മുഖം നോക്കൽ കണ്ണാടി. ദൈവത്തിന് സ്തോത്രം. അടുത്ത് അവിടെ എഴുതിയിരിക്കുന്നു, പഹലേ മാനോ ബാദ് മേ പൂച്ചോ, ഫസ്റ്റ് ഒബേ ദെൻ ആസ്ക്. എന്തെങ്കിലും അകത്തുനിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം അത് സമ്പൂർണമായി അനുസരിക്കുക. പിന്നീട് ഇഷ്ടപ്പെടാതെ വന്നാൽ അനുസരണം കഴിഞ്ഞ ശേഷം സംശയ നിവാരണം വരുത്താം. അല്ലാതെ കൽപ്പിച്ച വ്യക്തിയെ ചോദ്യം ചെയ്യുവാൻ ആർക്കും അവകാശമില്ല. യഹോവയുടെ വായല്ലോ കൽപ്പിച്ചത്, അതിനെ ചോദ്യം ചെയ്യുവാൻ ആർക്കും അവകാശം ഇല്ല. നിങ്ങൾ രാജാക്കന്മാരല്ല, ദൈവം ഏകരാജാവാണ്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഈ പറഞ്ഞ 5 വിധ കാര്യങ്ങൾ മറക്കാതെ ഓർത്തിരിക്കുക രാജകീയ പുരോഹിതവർഗം. ഒന്നുകൂടെ പറയുന്നു, ദുർമോഹം വേണ്ട. മരുഭൂമിയിൽ തന്നിരിക്കുന്ന അവസ്ഥകളിൽ ഉത്സവം ആചരിക്കുക. ഈ ആത്മീയ മരുഭൂമിയിൽ ദൈവകൽപ്പനകൾ ഉപേക്ഷിക്കാതെ അത് ആചരിക്കുക. അന്യവ്യക്തികളുമായി പരസംഗം ചെയ്യാതെ ഇരിക്കുക. അന്യ ഉപദേശങ്ങളുമായി പരസംഗം ചെയ്യാതിരിക്കുക. നൂതന ഉപദേശങ്ങൾ വന്നു കയറിക്കൊണ്ടിരിക്കുന്ന ഈ ആത്മീയ ഗോളത്തിൽ നൂതന ഉപദേശങ്ങൾ സ്വീകരിക്കാതിരിക്കുക. വിശുദ്ധന്മാർക്ക് ഒരിക്കലായി പരമേൽപ്പിക്കപ്പെട്ട വിശ്വാസത്തിനു വേണ്ടി പോരാടുക. യൂദ പറഞ്ഞിരിക്കുന്ന ദൈവവചനമാണ്. 4, ദൈവത്തെ പരീക്ഷിക്കാതിരിക്കുക. ഇങ്ങനെ ചെയ്തു നോക്കാം, എന്തെങ്കിലും ദോഷം വരുമോ എന്ന് നമുക്ക് നോക്കാം. വേണ്ട വേണ്ട വേണ്ട. 4, പരീക്ഷ വേണ്ട. 5, പിറുപിറുക്കരുത്. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുക. ദൈവം അതിനുവേണ്ടി നമ്മെ സ്വയം ശോധന ചെയ്ത് നടത്തുമാറാകട്ടെ. നാം രാജകീയ പുരോഹിത വർഗം ചന്തമായി നടക്കുക, ചന്തമായി നടകൊള്ളുക. ദൈവത്തിന്റെ കൃപ അതിനെ നമുക്ക് സമൃദ്ധിയായി നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. കർത്താവിൻ്റെ നാമത്തിൽ ദൈവമേ, ഞങ്ങളെ സ്വീകരിച്ച് വിശ്വാസത്തിലും വിശുദ്ധിയിലും ഉപദേശത്തിലും അടിപതറാതെ ഞങ്ങളുടെ കാലുകൾ അങ്ങയുടെ കാൽച്ചുവടുകളിൽ മാത്രം ആയിരിക്കാൻ കൃപ തന്ന് നടത്തണം എന്ന് പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു. കേൾക്കുമാറാകണമേ.